ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെസിസ്റ്റൻസിൻ്റെ സീരീസ് പാരലൽ കോമ്പിനേഷൻസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു വീഡിയോ നമ്മൾ പ്രീവിയസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്കൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു മെത്തേഡ് നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഈ ഒരു എക്സാമ്പിളാണ്. ഫൈൻഡ് ദ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 3 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ നമുക്കിത് കുറച്ച് സിമ്പിളായിട്ട് തോന്നാം, കാരണം സ്ട്രെയിറ്റ് ആയിട്ടുള്ള 3 റെസിസ്റ്റേഴ്സാണ്. പക്ഷേ ഇത് സീരീസ് ആണോ പാരലലാണോ എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവും. കാരണം ഇത് സീരീസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതിനിടയിൽ കൂടിയൊക്കെ വേറെ ലൈനൊക്കെ പോയിട്ടുണ്ട്. സീരീസ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എങ്കിൽ പാരലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരലാണെന്ന് നമുക്ക് ഉറപ്പിച്ച് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. അത്തരത്തിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർക്യൂട്ടുകൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ എക്സാമ്പിളൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 3 റെസിസ്റ്റേഴ്സാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ 3 റെസിസ്റ്ററും സെയിം വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് ആണെന്നുള്ളത് കൺസിഡർ ചെയ്യാം. അതായത് 3 റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 6 തന്നെയാണ്. ഈ റെസിസ്റ്റർ ഈ 2 പോയിൻറ്റിനടക്കുള്ള ഈക്വലൻറ്റ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ 2 പോയിൻറ്റ്സിനെ നമുക്ക് ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എ ബി എന്ന് പറയുന്നതിനിടയ്ക്കുള്ള റെസിസ്റ്റൻസിൻ്റെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോട്ട്സ് ഐഡൻറ്റിഫൈ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 1, 2, 3 നോട്ട്സ് ഉണ്ട്. അപ്പോൾ ആ 3 നോട്ട്സിനെ നമുക്ക് 3 പേര് കൊടുക്കാം. ഇത് നമ്മുടെ ഫസ്റ്റ് നോഡാണ്. ആ നോഡിനെ നമുക്ക് ഒരു സ്മോൾ ലെറ്റർ എ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഈ ഒരു എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ബ്രാഞ്ച്, ആ ബ്രാഞ്ചിൽ വേറെ റെസിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു സെയിം ബ്രാഞ്ച് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെയിം പൊട്ടൻഷ്യൽ തന്നെ ആയിരിക്കുള്ളൂ ഈ ഒരു പോയിൻറ്റിൽ കൂടി വന്നിട്ട് ഈ ഒരു നോഡിൽ ഉണ്ടാകുന്നത്. ഇടയ്ക്ക് വേറെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും വരുന്നതിനായിട്ട് വേറെ റെസിസ്റ്റൻസ് കാര്യങ്ങളൊന്നുമില്ല. സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു കേബിൾ മാത്രം അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് മാത്രമാണ്. അപ്പോൾ ഈ ഒരു സെയിം എയിലുള്ള പൊട്ടൻഷ്യൽ തന്നെ ആയിരിക്കുള്ളൂ ഈ ഒരു പോയിൻറ്റിലുള്ള പൊട്ടൻഷ്യൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോയിൻറ്റിനെ നമുക്ക് എ എന്ന് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം, സ്മോൾ ലെറ്റർ എ വെച്ചിട്ട് തന്നെ. അപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് എ കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഒരു പോയിൻറ്റിനെ നമ്മൾ ബി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ ബി വെച്ചിട്ട് ആ ഒരു സെയിം പൊട്ടൻഷ്യൽ തന്നെ ആയിരിക്കുള്ളൂ ഈ ഒരു പോയിൻറ്റിൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നോഡിനെയും നമ്മൾ സ്മോൾ ലെറ്റർ ബി വെച്ചിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് ഉണ്ട്. ഈ എ ബി എന്ന് പറയുന്ന അതിനിടയിലായിട്ട് 2 പോയിൻറ്റ്സ് ആണുള്ളത്. ഒന്ന് സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നതും രണ്ടാമത് സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ റെസിസ്റ്റൻസ് എങ്ങനെയൊക്കെയാണ് കണക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2 പോയിൻറ്റ്സിന് ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയാൽ മതി. ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞ പോയിൻറ്റിനിടയ്ക്ക് ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്. അതുപോലെ ബി എ എന്ന് പറയുന്ന പോയിൻറ്റിനിടയ്ക്ക്, അതായത് രണ്ടും സെയിം തന്നെയാണ്, എ ടു ബി ആണ്. എ ബി എന്ന് പറയുന്നതിനിടയ്ക്ക് രണ്ടാമതൊരു റെസിസ്റ്റർ ഉണ്ട്. എ ബി എന്ന് പറയുന്നതിനിടയ്ക്ക് മൂന്നാമതൊരു റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാണുമ്പോൾ ഇത് സീരീസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മളത് ശരിക്കും ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് പാരലാണ്. അപ്പോൾ നമുക്കുള്ള 2 പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എയും ബിയുമാണ് 2 പോയിൻറ്റ്സ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ റെസിസ്റ്റർ ഈ 6 എന്ന് പറയുന്നത് എയ്ക്കും ബിക്കും ഇടയിലായിട്ടാണുള്ളത്. അപ്പോൾ എയ്ക്കും ബിക്കും ഇടയിലായിട്ട് നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റർ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ റെസിസ്റ്റർ ഉള്ളത് ബിക്കും എയ്ക്കും ഇടയിലായിട്ടാണ്. അതായത് ബിയും എ എന്ന് പറയുന്നതും സെയിം പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ റെസിസ്റ്ററും നമ്മൾ എയ്ക്കും ബിക്കും ഇടയിലായിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ റെസിസ്റ്റർ ഉള്ളത് എയ്ക്കും ബിക്കും ഇടയിലായിട്ട് തന്നെയാണ്. അപ്പോൾ മൂന്നാമത്തെ റെസിസ്റ്ററും നമ്മൾ എയും ബി എന്ന് പറയുന്ന പോയിൻറ്റ്സിന് ഇടയ്ക്കായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സർക്യൂട്ടിൻ്റെ ശരിക്കുള്ള ആ ഒരു ഫോം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഫോമാണ് ഇപ്പോൾ നമ്മൾ രണ്ടാമത് വരച്ചിട്ടുള്ള ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണുമ്പോഴത്തേക്കും അതൊരു സീരീസ് കണക്ഷനായിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി ആ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പാരലലി കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും വാല്യൂ സെയിം ആണ്, ആർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ പാരലലി കണക്റ്റഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ ഈക്വൽ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇവിടെ 3 റെസിസ്റ്റർ ഉള്ളതുകൊണ്ട് R/3 ആയിരിക്കും. അതിപ്പോൾ 2 റെസിസ്റ്റർ ആണെങ്കിൽ R/2 ആയിരിക്കുള്ളൂ. 4 റെസിസ്റ്റൻസ് ആണെങ്കിൽ R/4 ആയിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് 3 റെസിസ്റ്ററാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/3 ആയിരിക്കുള്ളൂ.
അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ RB3 ആണെന്നുള്ളത് നമുക്ക് എളുപ്പം മനസ്സിലാവും. പക്ഷേ ഈ ഒരു സർക്യൂട്ടിന് അത് പാരലായിട്ടാണോ അല്ലെങ്കിൽ സീരീസ് ആയിട്ടാണോ കണക്റ്റ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു ഇതിനകത്തുള്ള ശരിക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമതൊരു എക്സാമ്പിൾ കൂടി കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് എക്സാമ്പിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ് A ആൻഡ് B ആണ്. അപ്പോൾ ഇതാണ് A, ഇത് B. ഇതിനിടയിലുള്ള ഈ 4 റെസിസ്റ്റൻസിൻ്റെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 4 റെസിസ്റ്റൻസിന് നമുക്ക് വാല്യൂസ് സെയിം വാല്യൂസ് തന്നെ എടുക്കാം. R റെസിസ്റ്റൻസിൻ്റെ എല്ലാ വാല്യൂ ഇപ്പോൾ നമ്മൾ 6 എന്നാണ് എടുത്തിട്ടുള്ളത്. 6 ഓംസ് വെച്ചിട്ടുള്ള 4 റെസിസ്റ്റൻസ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നോക്കിയതാണ്. അപ്പോൾ അതായത് ഈ 2 പോയിൻറ്റ്സ് അല്ലെങ്കിൽ അത് പാരലൽ കണക്ഷനിൽ വന്നിട്ടുള്ളതായിരുന്നു ഈ 2 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ 2 നോട്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ സെയിം പൊട്ടൻഷ്യലാണ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതിനിടയിലായിട്ട് ഒരു റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെയിം പൊട്ടൻഷ്യലുള്ള പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പോയിൻറ്റ്, ഈ പോയിൻറ്റിന് നമുക്ക് സ്മോൾ ലെറ്റർ A വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ A എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കുള്ളൂ ഈ ഒരു പോയിൻറ്റിലുള്ളത്. കാരണം ഇതിനിടയിലായിട്ട് വേറെ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ വേറെ എലമെൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു നോഡിനെ നമുക്ക് സ്മോൾ ലെറ്റർ A വെച്ചിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഈ ഒരു പോയിൻറ്റിനെ നമ്മൾ B വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആ ഒരു ബിയിൽ നിന്നും തുടങ്ങുന്ന ബ്രാഞ്ച് ഒരു റെസിസ്റ്റൻസിൽ കൂടി പാസ് ചെയ്തിട്ടാണ് ഈ ഒരു പോയിൻറ്റിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോയിൻറ്റ് നമുക്ക് സെയിം പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പകരം ഇതിനെ നമ്മൾ മൂന്നാമതൊരു ലെറ്റർ C വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് 3 പോയിൻറ്റ്സ് ഉണ്ട്. ഈ 3 പോയിൻറ്റ്സിൻ്റെ ഇടയിലായിട്ടാണ് ഈ റെസിസ്റ്റൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന പോയിൻറ്റ് ഏതാണെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. ഇവിടെ Bക്കും Cക്കും ഇടയിലായിട്ടൊരു റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ Aക്കും Cക്കും ഇടയിലായിട്ടൊരു റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ A to Cയും C to Aയും കണക്ഷൻ ഉണ്ട്. അപ്പോൾ C എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 പോയിൻറ്റ്സ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് 3 പോയിൻറ്റ്സ്. അതിൽ ആദ്യത്തെ പോയിൻറ്റ് A, നടുക്ക് C, B. ഇതിൽ കോമൺ പോയിൻറ്റ് C ആയതുകൊണ്ടാണ് നമ്മൾ C നടുക്ക് വരച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു സർക്യൂട്ടിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ A to C, Aക്കും Cക്കും ഇടയിലായിട്ട് ഒരു റെസിസ്റ്റർ ഉണ്ട്. ആ റെസിസ്റ്റർ നമ്മൾ വരച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റെസിസ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി Aക്കും Cക്കും ഇടയിലായിട്ട് അല്ലെങ്കിൽ Cക്കും Aക്കും ഇടയിലായിട്ട് ഒരു റെസിസ്റ്റർ ഉണ്ട്. ഈ A to C എന്ന് പറയുന്നത് C to A എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ ഈ Aക്കും Cക്കും ഇടയിലായിട്ട് വീണ്ടും ഒരു റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റെസിസ്റ്റർ കഴിഞ്ഞു. മൂന്നാമത്തെ റെസിസ്റ്റർ ഉള്ളത് Aക്കും Bക്കും ഇടയിലായിട്ടാണ്. അപ്പോൾ A to B എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് Aക്കും Bക്കും ഇടയിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നാലാമത്തെ റെസിസ്റ്റർ വരുന്നത് Bക്കും Cക്കും ഇടയിലാണ്. എല്ലാ റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് 6 ഓംസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു സർക്യൂട്ടിനെ കുറച്ചും കൂടി മനസ്സിലാകുന്ന രീതിയിൽ കൺഫ്യൂഷൻ ഒഴിവാക്കിയിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സർക്യൂട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്കറിയാം. ഈ 2 റെസിസ്റ്റൻസ് പാരലാണ്. അപ്പോൾ R/2 വരും. R/2 6 സീരീസ് ആണ്, അതിൻ്റെ ഇക്വലൻ്റ് ആണ്. അതെന്ന് പറയുന്നത് ഈ ഒരു 6ന് പാരൽ ആയിക്കോളൂ. സോ അതിൻ്റെ ഇക്വലൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു സർക്യൂട്ടിനെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഈ ഒരു രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2 എക്സാമ്പിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് അതിനിടയിലുള്ള റെസിസ്റ്റൻസ് നമ്മൾ അടയാളപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സർക്യൂട്ട്സ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കുള്ളൂ. കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ നമ്മുടെ കൂടുതൽ സമയം പോകുന്നത് ഇത്തരത്തിലുള്ള സർക്യൂട്ടുകളെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള സർക്യൂട്ടുകൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം കുറച്ച് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എക്സാമിനൊക്കെ. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.